LDC നാലാം ഘട്ടത്തിൻ്റെ ചോദ്യപേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം കോഴിക്കോട് ജില്ലകൾക്ക് വേണ്ടിയുള്ള പരീക്ഷയാണ് ഇന്ന് നടന്നത്. ഇന്നത്തെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യപേപ്പറാണ് PSC പ്രൊവൈഡ് ചെയ്ത്. നന്നായിട്ട് പഠിച്ചിട്ട് പോയ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള എളുപ്പം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒത്തിരി ബുദ്ധിമുട്ടിക്കാത്ത കുഴപ്പമില്ലാത്തൊരു ചോദ്യപേപ്പറായിരുന്നു ഇന്ന് PSC പ്രൊവൈഡ് ചെയ്ത്. മാത്സ് ആയാലും അതുപോലെ ഇംഗ്ലീഷിലെ ചോദ്യങ്ങളായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മുൻവർഷ ചോദ്യങ്ങൾ ഈ ഒരു തവണത്തെ എക്സാമിലും PSC ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ തവണ എക്സാം കഴിയുമ്പോഴും പരീക്ഷയ്ക്ക് മുമ്പും ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, GK പഠിക്കുമ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ എല്ലാ ടോപ്പിക്കിനെയും ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് പഠിച്ചിട്ട് പോവുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിച്ചിട്ട് പോകാമെന്ന്. ആ ഒരു മെത്തേഡിൽ പഠിച്ചിട്ട് പോയ ഉദ്യോഗാർത്ഥികൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ഒരു 1-2 ഘട്ടങ്ങളൂടെ മാത്രമേ ബാക്കിയുള്ളൂ പരീക്ഷയ്ക്ക്. ആ ഒരു LDC പരീക്ഷ എഴുതാൻ പോകുന്നവരും വലുതായിട്ടൊന്നും പഠിക്കാത്തവരാണെങ്കിലും പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ ഒരു രീതി പ്രകാരം നന്നായിട്ട് ഹാർഡ് വർക്ക് ഇട്ട് പഠിക്കണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം 3 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു LDC പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പുറത്തു വിടുന്നത്. ഏറ്റവും കൂടുതൽ പേർക്ക് PSC നിയമനം നൽകുന്ന ഒരു തസ്തികയാണ് ഈ LDC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ നിങ്ങളൊരു ശ്രമം പോലെ നന്നായിട്ട് ശ്രമിച്ച് നോക്കുക. കിട്ടിയ നല്ലൊരു ജോലിയല്ലോ, സർക്കാർ ജോലി, സ്ഥിര വരുമാനമുള്ള ജോലിയാണെന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രമിച്ച് നോക്കുക അടുത്ത ഘട്ടം എഴുതാൻ പോകുന്നവർ. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ പഠിക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു പഠന രീതിയും അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയലിൻ്റെ കാര്യവും എല്ലാം ഞാനിനി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ്. ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ എടുത്തവണ്ണം പഠിക്കാൻ പോകുന്നവർക്ക് വേണ്ടി. അവസാന ഘട്ടങ്ങളിൽ LDC പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡാണ് ഇനി ഞാനങ്ങോട്ട് പറയാൻ പോകുന്നത്. ഈ സ്റ്റഡി മെത്തേഡ് പ്രകാരം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് തന്നെ പഠിച്ചുകൊള്ളുക. ഇല്ലാത്തവർ മെറ്റീരിയൽ വേണമെന്നുള്ളവർ നമ്മുടെ ആപ്ലിക്കേഷനിൽ LDC കോഴ്സ്, ഒരു സ്പെഷ്യൽ കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് മേടിച്ചാൽ മതി. ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വേണമെന്നുള്ളവർ ഹിയർ ദ നോട്ട്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് മേടിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഞാൻ ഈ പറയുന്ന എല്ലാ മെറ്റീരിയലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ച് തന്നെ അങ്ങ് പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് പഠിച്ചു പോവുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് LDC പരീക്ഷയുടെ സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമാണ്. ടോട്ടൽ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ് ഈ LDC പരീക്ഷ എന്ന് പറയുന്നത്. 100 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക്. ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര മാർക്കാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എത്ര ചോദ്യങ്ങളാണ് വരുന്നതെന്ന് PSC വ്യക്തമായിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ നിന്ന് 5 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5, മാത്സ് 10, ഇംഗ്ലീഷ് 10, മലയാളം 10, അങ്ങനെ ഓരോ ടോപ്പിക്കിനും വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന ആദ്യത്തെ കുറേ സെക്ഷനുകളുണ്ടല്ലോ, ആനുകാലിക വിഷയങ്ങൾക്ക് മുകളിൽ കിടക്കുന്ന ഇത്രയും ഭാഗം, പൊതുവിജ്ഞാനവും ആനുകാലിക വിഷയങ്ങളും എല്ലാം കൊടുത്തേക്കുന്നത്, അത്രയും ഭാഗമാണ് ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള GK എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അവിടെ ഒത്തിരി ടോപ്പിക്കുകളുണ്ട്. ചരിത്രം, ഭൂമിശാസ്ത്രം, സയൻസ്, കറണ്ട് അഫയേഴ്സ്, ഒരുപാട് കലാകായികം, സാഹിത്യം, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ഇനി തൊട്ട് ഒന്നേന്ന് പഠിക്കാൻ തുടങ്ങിയാൽ തീരത്തില്ലാത്ത ടോപ്പിക്കുകൾ തന്നെയാണ് ഇവ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് അവസാനം പറയാം. രണ്ടാമതായിട്ട് ഇവിടെ കൊടുത്തേക്കുന്ന കുറച്ച് സെക്ഷൻസ് നിങ്ങൾ കണ്ടില്ലേ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. മാത്സിന് 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും എന്ന് പറയുന്ന മാത്സാണ്. മാത്സിന് 10 മാർക്ക്, ഇംഗ്ലീഷിന് 10 മാർക്ക്, മലയാളത്തിന് 10 മാർക്ക്. ഈ 3 ടോപ്പിക്കുകളും നിങ്ങൾ ഡെയിലി തന്നെ ഇനിയുള്ള സമയം കൊണ്ട് ഭയങ്കര ശക്തമായിട്ട് പഠിക്കുക എന്നാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് 10 ടോട്ടൽ 30 മാർക്കിലെ ഭൂരിഭാഗം മാർക്കും നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കണം. ഈ 30 മാർക്കിലെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുകയും ബാക്കി ഇവിടെ കിടക്കുന്ന ഈ ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ടല്ലോ, 20 മാർക്കിൻ്റെ ഈ ടോപ്പിക്ക്, ഈ ഭാഗത്ത് നിന്ന് 20 മാർക്കിലെ മാക്സിമം സ്കോർ ചെയ്യാനും ശ്രമിക്കണം. ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ് PSC അലോട്ട് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ സിംഗിൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്തുള്ള വീഡിയോ ആണ്. ഡെയിലി കുറേ ആയിട്ട് കണ്ടുപഠിക്കുക. അപ്പോൾ അത് പഠിച്ചാൽ തന്നെ ഏകദേശം ഭൂരിഭാഗം മാർക്കും മേടിക്കാൻ പറ്റും. അതിൻ്റെ PDF നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോട്ട് വായിച്ച് പഠിക്കേണ്ടവർ അത് വെച്ചാണെങ്കിലും പഠിക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്, 20 ചോദ്യങ്ങൾ ചിലപ്പോൾ കുറച്ച് കുറവ് വരാം, അത് വേറെ ഭാഗത്തൊക്കെ വരും. കുറവ് വരുന്നതൊക്കെ എക്സ്ട്രാ ആയിട്ട് ചോദിക്കുന്നതൊക്കെ അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ തൽക്കാലം 20 കണക്ക് കൂട്ടുക. അപ്പോൾ 50 മാർക്ക്, ടോട്ടൽ 50 മാർക്കായി. ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 10, 10, 30 മാർക്കും, കറണ്ട് അഫയേഴ്സ് 20 മാർക്ക് കൂടെ ചേർത്ത് 50 മാർക്ക്. ഇത്രയും ടോട്ടൽ സെക്ഷനിൽ ഒരു 40 റേഞ്ചിൽ മാർക്ക് നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കണം. അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം സജസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം. ഇനിയുള്ള സമയം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നതും സെക്ഷനുകളും ഇത്രയേ ഉള്ളൂ. ശരിക്കും പറയുവാണെങ്കിൽ 40 റേഞ്ചിൽ മേടിക്കണം. കഴിഞ്ഞ തവണത്തേക്ക് എല്ലാ ജില്ലകളുടെയും കട്ട് ഓഫ് 50-55 റേഞ്ചൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ വരണമെന്നൊന്നുമില്ല. ചില ജില്ലകൾക്ക് കട്ട് ഓഫ് 48 ഒക്കെ ആയിരുന്നു 2017. ചില ജില്ലകൾക്ക് 72 ഒക്കെ ആയിരുന്നു 2017 കട്ട് ഓഫ്. അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഇനിയും വരാൻ
പോകുന്നത്. ചില ജില്ലകൾക്ക് കൂടാം, ചില ജില്ലകൾക്ക് കുറയാം. പരീക്ഷ ഭയങ്കര എളുപ്പമായാൽ കൂടും, പാടാണെങ്കിൽ കുറയും. ആ രീതിയിൽ തന്നെയാണ് വരാൻ പോകുന്നത്. എളുപ്പമാണെങ്കിൽ നിങ്ങൾക്കും എളുപ്പമാവും. എന്തായാലും ഈ ഒരു ഭാഗത്ത് 40 റേഞ്ച് മേടിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ബാക്കിയുള്ള ഈ GK എന്ന് പറയുന്ന ഈ ഭാഗം ടോട്ടൽ ബാക്കിയുള്ള 50 മാർക്ക്, ഈ 50 മാർക്ക് ഇനി ഒന്നേന്ന് പഠിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ സിലബസ് അധിഷ്ഠിതമായിട്ട് തീർക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ തവണത്തെ 1ാം ഘട്ടത്തിൽ, 2ാം ഘട്ടത്തിൽ, 3ാം ഘട്ടത്തിലേക്ക് ചോദ്യപേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയൊരു ശതമാനം ചോദ്യങ്ങൾ തന്നെ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും അതുപോലെ വൺ വേർഡ് ആണെങ്കിലും ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു ചോദ്യം തന്നെ കണ്ടില്ലേ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ കൊടുത്തേക്കുന്ന കാലഘട്ടക്രമം അനുസരിച്ച് എഴുതുക എന്ന് പറഞ്ഞേക്കുന്നത് കൊടുത്തേക്കുന്ന ഇതെല്ലാം ഏത് വർഷങ്ങളിലാണ് നടന്നതെന്ന് PSC പലതവണ മുൻവർഷ ചോദ്യങ്ങൾ ചോദിച്ചാണ്. അത് നമുക്ക് മുൻവർഷ ചോദ്യങ്ങളായിട്ട് കിട്ടും. അതുപോലെ തന്നെ പല ചോദ്യങ്ങൾ ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ ഏതൊരു എക്സാം ആണെങ്കിലും ഇപ്പോൾ 50 മാർക്കിൻ്റെ GK ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആനുകാലിക വിഷയങ്ങൾ മാറ്റി നിർത്തി 50 മാർക്കിൻ്റെ GK ഉണ്ടെങ്കിൽ അതിലൊരു 30 മാർക്കിൻ്റെ ചോദ്യം മിക്കപ്പോഴും ഈ മുൻവർഷ ചോദ്യങ്ങളിൽ തന്നെയാണ് വരുന്നത്. 30-ന് മുകളിൽ തന്നെ പോകും. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലരും CRT എന്നാണ് വരുന്നത്, NCERT എന്നാണ് വരുന്നത്, ആ ബുക്കാണ് ഈ ബുക്കാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് കാട് കയറി പോകുന്നതല്ലാതെ ഇത് PSC മുമ്പ് എവിടെ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രശ്നം. മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ നല്ലതായിട്ടൊരു സ്കോർ ചെയ്യാൻ അവിടെ പറ്റും. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും ഇതുപോലെ 4 ഓപ്ഷൻസ് ആണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകളാണെങ്കിലും കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം മുൻപ് PSC ചോദിച്ചേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും. അപ്പോൾ അത് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കാൻ ഞാൻ പറഞ്ഞു. ഇനി മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ തന്നെ ചോദ്യവും 4 ഓപ്ഷനും സഹിതം വരുന്ന PSC ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട്സ്. അപ്പോൾ അതിങ്ങനെ പഠിക്കണമെങ്കിൽ ചോദ്യം നോക്കുക, 4 ഓപ്ഷൻ പഠിക്കുക, അങ്ങനെ ഓരോ ചോദ്യപേപ്പറും കളക്ട് ചെയ്ത് നെറ്റിൽ ടച്ച് ചെയ്ത് സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷേ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ 1000കണക്കിന് പേജുകൾ വരും. അത് തന്നെ നമുക്ക് കണ്ണ് തള്ളിപ്പോൾ അത്രയുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പോംവഴി എന്ന് പറയുന്നത് ഓരോ ടോപ്പിക്കിൻ്റെയും മുൻവർഷ ചോദ്യങ്ങൾ ഇങ്ങനെ ബുള്ളറ്റ് പോയിൻറ്റുകളായിട്ട് പോയിൻ്റ് മാത്രമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ ഇവിടെ എക്സാമ്പിൾ ഞാൻ കൊടുത്തേക്കുന്നത് കണ്ടില്ലേ, ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന് എത്ര ശതമാനമാണ് കേരളം, 1.18, അങ്ങനെ കൊടുത്തേക്കുന്ന ബുള്ളറ്റ് പോയിൻറ്റുകളായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുക. അത് PSC തന്നെ ഇറക്കിയേക്കുന്ന സ്പെഷ്യൽ എഡിഷനിലെ ബുക്ക് മേടിച്ച് പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് മേടിച്ചാൽ മതി. അതിനകത്ത് എല്ലാ PDF ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ടോപ്പിക്കിനെ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു ടോപ്പിക്ക് ഏകദേശം ഒരു 20 തൊട്ട് 25 പേജ് വരെ ഇതുപോലത്തെ ലെങ്ത് വരും. പേജിൻ്റെ ഒരു പകുതി മാത്രമാണ് ഞാൻ ഇട്ടേക്കുന്നത്. 20 തൊട്ട് 25 പേജൊക്കെ വരെ, ചിലതൊക്കെ 14 പേജൊക്കെ വരത്തുള്ളൂ. അത്രയും വരത്തുള്ള ഓരോ ടോപ്പിക്കും. അത് കൂട്ടി വെക്കുമ്പോൾ തന്നെ ഇപ്പം എത്ര ആദ്യം ഞാൻ കാണിച്ചു, 9 ടോപ്പിക്കുണ്ട്. അത് അത്രയും പേജുകൾ വരും. എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അത്രയും പേജുകൾ വരും. എന്നാലും ആ രീതിയിൽ നമ്മൾ ഓരോ ടോപ്പിക്കിനെയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് വിട്ട് നല്ലപോലെ എഫേർട്ട് ഇടുക. നല്ലപോലെ എഫേർട്ട് ഇടാതെ ചുമ്മായിട്ട് തീരത്തില്ല. ചിലരൊക്കെ ഞാൻ ഇതിങ്ങനെ പഠിക്കാൻ പറഞ്ഞിട്ട് ഈ കണ്ടൻറ്റ് കൊടുത്തപ്പം ബുക്ക് മേടിക്കാൻ അല്ലെങ്കിൽ കണ്ടൻറ്റ് പഠിക്കാൻ പറഞ്ഞ് കൊടുത്തപ്പം മേടിച്ചപ്പം നമ്മളോട് പറഞ്ഞു ഇത് ഭയങ്കര ചതിയായിപ്പോയി, ഇത്രയും പഠിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അത് 2 മാസം മുമ്പാണെന്ന് ഓർക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കോമ്പറ്റീറ്റീവ് എക്സാമാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്നതാണ്, നമ്മൾ പഠിച്ചാലേ കിട്ടത്തുള്ളൂ. എല്ലാവർക്കും ഒരു 10 പേജിൻ്റെ മാത്രം കണ്ടൻറ്റ് കൊടുത്തിട്ട് അത് പഠിച്ചിട്ട് ജോലി കിട്ടണം എന്നുള്ള രീതി ആഗ്രഹിച്ച് നിൽക്കുന്ന ചുളിവി കിട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് അങ്ങനെയുള്ളവർ വിട്ട് കളഞ്ഞേക്കുക. ആ രീതി കിട്ടത്തില്ല. ഇത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി കിട്ടുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ് LDC എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സ്മാർട്ട് വർക്കും അതുപോലെ തന്നെ എഫേർട്ട് കിട്ടണം. ഇപ്പോൾ വലിയതായിട്ടൊന്നും പഠിച്ചു തീർക്കാത്തതുകൊണ്ടാണല്ലോ ഇനി എങ്ങനെ പഠിക്കണമെന്ന് ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറഞ്ഞ ഈ സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ മുൻവർഷ ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്കിൻ്റെ അടുത്ത് നന്നായിട്ട് പഠിച്ചു തീർക്കുകയും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഡെയിലി പഠിച്ച് ഇത് തീർക്കുകയും ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ ഞാൻ പറഞ്ഞുള്ള ഈ റേഞ്ചിൽ ഒരു 30 തൊട്ട് 40 മാർക്ക് വരെ ആ ഭാഗങ്ങളിൽ മേടിക്കാൻ പറ്റും. 30 മാർക്ക് റേഞ്ചിൽ മേടിക്കാൻ പറ്റും. 40 മേടിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മാർക്ക് 70 റേഞ്ചിലേക്ക് പോയി. കഴിഞ്ഞ തവണത്തെ പോലത്തെ കട്ട് ഓഫ് ഒക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് ജോലിയിലേക്കാണ് വരുന്നത്. ഇനി കട്ട് ഓഫ് കൂടിയാൽ നമുക്കും അതുപോലെ തന്നെ മാർക്ക് കൂടുമെന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പഠിച്ച് പോവുക. ഓരോ ടോപ്പിക്കിന് മുൻവർഷ ചോദ്യങ്ങൾ ഇതുപോലെ ബുള്ളറ്റ് പോയിൻറ്റുകളായിട്ട് പഠിച്ച് പോവുക. പിന്നെ നമ്മുടെ കോഴ്സിൽ ഇതിൻ്റെ എല്ലാം ഓരോ ടോപ്പിക്കിൻ്റെയും മുൻവർഷ ചോദ്യങ്ങൾ ഇങ്ങനെ PDFകളായിട്ടും അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയ ഒരു കോഴ്സ് നമ്മുടെ ഹിയർ ദ നോട്ട്സ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്ക് ഈ കോഴ്സ് മേടിച്ചാൽ ഈ കണ്ടൻറ്റിൻ്റെ എല്ലാം PDF-ഉം മാത്സ്, ഇംഗ്ലീഷിനും മലയാളത്തിൻ്റെ വീഡിയോ ക്ലാസ്സും ഗൈഡുകളിലെ നോട്ട്സും ആ കോഴ്സിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ 2 ഘട്ടം കൂടി ഉള്ളതുകൊണ്ട് ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏകദേശം നല്ല ഫീസ് ഉള്ളതായിരുന്നു, 990 ഉള്ളതായിരുന്നു. ഇപ്പം നമ്മളത് 599 മാത്രമേ ഉള്ളൂ. ആ ഒരു കോഴ്സ് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് ആ PDF-ഉം വെച്ച് താല്പര്യമുള്ളവർക്ക് പഠിച്ച് പോകാം. മെറ്റീരിയലൊക്കെ കയ്യിലുള്ളവർ എല്ലാത്തിൻ്റെയും മുൻവർഷ ചോദ്യങ്ങളും റാങ്ക് 5 എല്ലാം കയ്യിലുള്ളവർ ഇത് മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ച് അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ രീതിയിൽ പഠിച്ചു പോകാനാണ് അടുത്ത ഘട്ടക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ഒരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.